നമസ്കാരം. ഇന്ന് നമ്മളുടെ കൂടെയുള്ളത് ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് ആയ ഡോക്ടർ പോൾ ആന്റണിയാണ്. വെൽക്കം സർ. സർ, എന്താണ് ഈ FMG ആൻഡ് ഈ FMGയും IMGയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? FMG അഥവാ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് നമ്മുടെ നാട്ടിൽ നിന്ന് SSLC +2 എല്ലാം പാസ്സായി വിദേശ രാജ്യങ്ങളിൽ പോയി MBBS MBBSന് തുല്യമായിട്ടുള്ള ഡിഗ്രി എടുത്ത് തിരിച്ച് നാട്ടിൽ വരുന്ന ഡോക്ടേഴ്സിനെയാണ് നമ്മൾ പൊതുവെ FMG അഥവാ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് എന്ന് പറയുന്നത്. IMG എന്നാൽ നമ്മുടെ നാട്ടിൽ തന്നെ പഠിച്ച് നമ്മുടെ നാട്ടിൽ തന്നെ രജിസ്ട്രേഷൻ ചെയ്ത് വരുന്ന ഡോക്ടേഴ്സിനെയാണ് നമ്മൾ ഇന്ത്യൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് അഥവാ IMG എന്ന് പറയുന്നത്. ഓക്കെ, ഈ FMG എക്സാം ആരാണ് കണ്ടക്ട് ചെയ്യുന്നത്? നാഷണൽ മെഡിക്കൽ കമ്മീഷൻ എന്ന ബോഡിയാണ് നിലവിൽ FMG എക്സാം നടത്തുന്നത്. അതിന്റെ ആസ്ഥാനം ഡൽഹിയിലാണ്. ഈ മെഡിക്കൽ കമ്മീഷനാണ് നമ്മുടെ ഡോക്ടേഴ്സിന്റെ ലൈസൻസിങ് കാര്യങ്ങളും മെഡിക്കൽ കോളേജുകളുടെ റെക്കഗ്നീഷൻ മുതലായ കാര്യങ്ങളെല്ലാം അന്തിമ തീരുമാനമെടുക്കും. ഓക്കെ, FMG എക്സാം പാസ്സായി കഴിഞ്ഞാൽ, അതായത് വിദേശത്ത് നിന്ന് പഠിച്ച് നാട്ടിലെത്തി അവരുടെ FMG എക്സാം പാസ്സായി കഴിഞ്ഞിട്ട് പിന്നീട് ആ ഡോക്ടേഴ്സ് നേരിടേണ്ടി വരുന്ന ചലഞ്ചസ് എന്തൊക്കെയാണ്? FMG ഡോക്ടേഴ്സിന് ഒത്തിരി ചലഞ്ചസ് ഉണ്ട്. അത് നമ്മൾ ഒരു ചെറിയൊരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്ട്രഗിൾസ് അല്ല അവർക്കുള്ളത്. വേറൊരു വിദേശ രാജ്യത്ത് പോയി അവരുടെ ഭാഷ പഠിച്ച് അവരുടെ കൾച്ചറായിട്ട് മിങ്കിൾ ചെയ്ത് അവരുടെ സിലബസ് ഫോളോ ചെയ്ത് അവിടെ പാസ്സായി തിരിച്ച് നാട്ടിൽ വരുന്ന FMG ഡോക്ടേഴ്സിന് കാത്തിരിക്കുന്നത് FMG എന്ന് പറയുന്ന എക്സാമാണ്. അപ്പോൾ ഈ FMG എക്സാം എഴുതി പാസ്സായ ഡോക്ടേഴ്സിനെ നമ്മൾ ഡുവൽ MBBS ഡിഗ്രി ഹോൾഡേഴ്സ് എന്ന് വിളിക്കേണ്ടി വരും. അതിന് കാരണം നമ്മൾ പഠിക്കുന്ന രാജ്യങ്ങളിൽ MBBS പാസ്സാവുന്നതോടൊപ്പം തന്നെ തിരിച്ച് നമ്മുടെ നാട്ടിൽ വന്ന് എഗെയിൻ അവരുടെ ഫസ്റ്റ് ഇയർ മുതൽ ഫൈനൽ ഇയർ വരെയുള്ള സബ്ജക്ട്സ് എഗെയിൻ അവർക്ക് പഠിച്ച് പാസ്സാവേണ്ട അവസ്ഥയുണ്ട്. അപ്പോൾ അത് ചില ആൾക്കാർക്ക് മാസങ്ങളെടുക്കും, ചില ആൾക്കാർക്ക് വർഷങ്ങളെടുക്കാം. അപ്പോൾ നമ്മളുടെ എല്ലാം കാരണം ഈ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന കാര്യങ്ങൾ, ഉദാഹരണത്തിന് ഫിസിയോളജി, അനാറ്റമി, ബയോകെമിസ്ട്രി ഇങ്ങനെയുള്ള സബ്ജക്ട്സുകൾ ഫസ്റ്റ് ഇയറിലാണ് ഉള്ളത്. ഇതെല്ലാം പഠിച്ച് പാസ്സായി കഴിയുമ്പോഴേ ഒരാൾ സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഫോർത്ത് ഇയർ ഒക്കെ ആവുള്ളൂ. പക്ഷെ ഫോർത്ത് ഇയർ ആകുമ്പോഴേക്കും നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നു പോയിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് അത്രയും അക്കാഡമിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അതിനകത്ത് ശോഭിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അത്രയും റിപ്പീറ്റേഷൻ പിന്നെയും നമ്മൾ പഠിച്ച് നമ്മുടെ എക്സലൻസ് പ്രൂവ് ചെയ്യുന്നവർക്ക് മാത്രമേ നമുക്ക് ഇതിനകത്ത് ശോഭിക്കാൻ പറ്റുള്ളൂ. ഇനി FMG എക്സാം എഴുതി പാസ്സായാൽ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഡോക്യുമെന്റേഷൻ, വെരിഫിക്കേഷൻ ഇതെല്ലാം വളരെ ടൈം ടേക്കിംഗ് പ്രൊസീജിയേഴ്സ് ആണ്. കാരണം നമ്മൾ ഏത് സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലും നമ്മൾ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്താലും ഇവർ നമ്മളുടെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം വെരിഫൈ ചെയ്യും. കാരണം അതിന്റെ ഒതന്റിസിറ്റി, അതിന്റെ ലൈസൻസിങ് കാര്യങ്ങൾ ഇതെല്ലാം അവർ വെരിഫൈ ചെയ്യും. അപ്പോൾ നമ്മളൊരു ആപ്ലിക്കേഷൻ അതായത് സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലുകളിൽ കൊടുക്കുമ്പോൾ ഇവര് നമ്മുടെ SSLC മുതൽ +2 മുതൽ നമ്മുടെ ഡിഗ്രി, അതായത് വിദേശത്ത് പഠിച്ച യൂണിവേഴ്സിറ്റിയിലേക്ക് വരെ അവർ അയച്ചു കൊടുത്ത് നമ്മുടെ സർട്ടിഫിക്കറ്റുകളുടെ ഒതന്റിസിറ്റി, ഒറിജിനാലിറ്റി ഒക്കെ വെരിഫൈ ചെയ്ത് അവർക്ക് അതിനകത്ത് സംതൃപ്തരാണെങ്കിൽ മാത്രമേ അവർ പ്രൊവിഷണൽ രജിസ്ട്രേഷൻ കൊടുക്കത്തുള്ളൂ. അത് നിലവിൽ 5 മാസം മുതൽ 2 വർഷം വരെ ടൈം ടേക്കിംഗ് ആയിട്ടുള്ള പ്രൊസീജിയറാണ്. അപ്പോൾ ഇങ്ങനെ പ്രൊവിഷണൽ രജിസ്ട്രേഷൻ കിട്ടിയ ഒരാൾക്ക് നമ്മൾക്ക് നിലവിൽ ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസസിന്റെ അണ്ടറിൽ ഏതെങ്കിലും ജനറൽ ഹോസ്പിറ്റലുകളിൽ 1 ഇയർ ഇന്റേൺഷിപ്പ് ചെയ്യാം. ഇനി യുക്രൈൻ അല്ലെങ്കിൽ വാർ കാരണം തിരിച്ചു വന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് 2 വർഷം, കോവിഡ് കാരണം പഠനം മുടങ്ങിയ വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്കും 2 വർഷം ഇന്റേൺഷിപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്റേൺഷിപ്പ് പൂർത്തിയാക്കിയതിനു ശേഷം അഗെയിൻ നമ്മൾ വീണ്ടും പെർമനന്റ് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യും. which will also again take considerable amount of time, which may take up to 6 months to 1 year. അപ്പോൾ ശരാശരി ഒരു FMG ഡോക്ടർക്ക് ഈ വെയിറ്റിംഗ് പീരീഡിൽ തന്നെ ഒരു 2-3 വർഷങ്ങൾ കിട്ടും. That itself is a big challenge. ഈ FMG എക്സാമിന്റെ വിജയ ശതമാനം വളരെ കുറവാണ് കേട്ടിട്ടുണ്ട്. അതിന്റെ കാരണം അതിന്റെ കാരണം തന്നെയാണ് ഞാനിപ്പോ പറഞ്ഞത്. അതായത് നമുക്ക് FMG എക്സാമിന് വരുന്നത് ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് ഇയർ MBBS മുതൽ ഫൈനൽ ഇയർ MBBS വരെയുള്ള സബ്ജക്റ്റുകളാണ്. അപ്പോൾ അത്രയും നമ്മൾ
ഒരാൾക്ക് ഓർത്തിരിക്കാൻ നമ്മൾ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് അത്രയും അക്കാഡമിക്കലി ബ്രില്യൻസ് ഉള്ളവർക്ക് മാത്രമേ അതിനകത്ത് ശോഭിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ മറ്റുള്ള രാജ്യങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ, ഉദാഹരണത്തിന് നമ്മളെല്ലാം കമ്പയർ ചെയ്യുന്നത് അമേരിക്ക ആയിട്ടാണ്. അമേരിക്കയിൽ നമുക്ക് അവിടുത്തെ ലൈസൻസിങ് എക്സാമിനെ പറയുന്ന പേരാണ് USMLE, യുണൈറ്റഡ് സ്റ്റേറ്റ് മെഡിക്കൽ ലൈസൻസർ എക്സാമിനേഷൻ. അതുപോലെ ലണ്ടൻ, UK ലാബ് ഉണ്ട്, ഓസ്ട്രേലിയയിൽ AMC ഉണ്ട്. ഇനി ഗൾഫ് കൺട്രീസിലാണെങ്കിൽ DHA, MOH അങ്ങനെയുള്ള ലൈസൻസിങ് എക്സാം ഉണ്ട്. അതായത് നമ്മുടെ ഡിഗ്രി എടുത്തതിന് ശേഷം നമ്മൾ എടുക്കുന്ന ലൈസൻസിങ് എക്സാംസ് അതാത് കൺട്രീസ് കണ്ടക്ട് ചെയ്യും. എന്നാൽ നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്ത് മാത്രം അങ്ങനെ ഒരു അവസ്ഥയില്ല. ഫൈനൽ ഇയർ MBBS കഴിയുന്ന ഒരു ഡോക്ടർക്ക് നേരിട്ട് രജിസ്ട്രേഷൻ കിട്ടുന്ന ഒരു അവസ്ഥയാണ് നിലവിൽ ഇന്ത്യയിലുള്ളത്. അപ്പോ അത് വരുമ്പോൾ നമുക്ക് ഇത് FMG ആയിട്ടുള്ള ഡോക്ടേഴ്സിന് മാത്രമേ ഇങ്ങനെ ഒരു എക്സാം എഴുതേണ്ട ആവശ്യം ഉള്ളതായിട്ട് വരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ പാസിംഗ് പെർസെന്റേജ് വളരെയധികം കുറവാണ്. ഓക്കെ സാർ, ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ വിദേശത്ത് പഠിച്ച് MBBS പഠിച്ചു കഴിഞ്ഞ് നാട്ടിലെത്തി അവർ FMG എന്ന് പറഞ്ഞ എക്സാം പാസ്സായി കഴിഞ്ഞിട്ട് പിന്നീട് അടുത്തതായിട്ട് ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടോ? ഇന്റേൺഷിപ്പ് മാൻഡേറ്ററി ആണോ? ഇന്റേൺഷിപ്പ് ചെയ്യണമെങ്കിൽ ഏതൊക്കെ ഹോസ്പിറ്റലിൽ ചെയ്യാൻ പറ്റും? ഇതും ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾക്ക് പല സ്റ്റേറ്റ്സിനും പല പോളിസീസ് ആണ്. ചില സംസ്ഥാനങ്ങളിൽ നമ്മൾക്ക് ചില എക്സെപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് ചൈന, ഫിലിപ്പീൻസ്, അതുപോലെ നേപ്പാൾ, ബംഗ്ലാദേശ് ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇന്റേൺഷിപ്പ് കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ അവർക്ക് ഡയറക്റ്റ് പെർമനന്റ് രജിസ്ട്രേഷൻ കൊടുക്കുന്ന അവസ്ഥയുണ്ട്. ഉദാഹരണത്തിന് ഡൽഹിയിൽ അങ്ങനെ കൊടുക്കുന്നുണ്ട്, വെസ്റ്റ് ബംഗാൾ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ബാംഗ്ലൂർ, കർണാടക ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം നിലവിൽ പെർമനന്റ് രജിസ്ട്രേഷൻ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളാണ്. എന്നാൽ കേരളത്തിൽ മാത്രം നമ്മൾ അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ അവരത് റിജക്ട് ചെയ്യുകയും നമുക്ക് രണ്ടാമത് ഇന്റേൺഷിപ്പ് കേരളത്തിൽ വന്ന് ചെയ്യേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ഒരു വിദ്യാർത്ഥി ഇന്റേൺഷിപ്പിന് ജോയിൻ ചെയ്യുമ്പോൾ അവർക്ക് സ്റ്റൈഫൻഡ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കും FMG എക്സാം ഒക്കെ പാസ്സായി, ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ആ കഠിനമായിട്ടുള്ള എക്സാം പാസ്സായി ഇന്റേൺഷിപ്പിൽ നിങ്ങളൊരു ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്റ്റൈഫൻഡ് ആയിട്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? അതുപോലെ തന്നെ നിങ്ങളുടെ വർക്കിംഗ് അവേഴ്സ് എങ്ങനെയാണ്? നോർമലി 8 hours ആണല്ലോ വർക്കിംഗ് അവേഴ്സ് വരുന്നത്. അപ്പൊ അതുപോലെ തന്നെയാണോ 8 hours വർക്കിംഗ് ആണോ? എങ്ങനെയാണ് FMGs ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ? ഇന്റേൺഷിപ്പിൽ സ്റ്റൈഫൻഡ് എന്നുള്ളതും ഒരു കോൺട്രാഡിക്ടറി ആയിട്ടുള്ള ഒരു വസ്തുത തന്നെയാണ്. പല സംസ്ഥാനങ്ങളിലും സ്റ്റൈഫൻഡ് നിലവിൽ കൊടുക്കുന്നുണ്ട്. ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സിനെ പോലെ തന്നെ, ഇന്ത്യൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സിനെ പോലെ തന്നെ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സിനും സ്റ്റൈഫൻഡ് കൊടുക്കണമെന്ന് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പല ആവർത്തി പല സർക്കുലറുകളിൽ ഓൾറെഡി നിഷ്കർഷിച്ചിട്ടുള്ളതാണ്. എന്നാൽ പല സംസ്ഥാനങ്ങളിൽ ഇത് ഓൾറെഡി കൊടുത്തു തുടങ്ങിയിട്ടുമുണ്ട്. എന്നാൽ നമ്മുടെ കേരളത്തിൽ മാത്രം നിലവിൽ ഇത് ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സിന് സ്റ്റൈഫൻഡ് കൊടുക്കുന്നില്ല. കുറച്ച് വർഷം മുമ്പ് വരെ നമ്മൾക്ക് ഇന്റേൺഷിപ്പ് ചെയ്യുന്നതിന് നമുക്ക് അങ്ങോട്ട് പൈസ കൊടുക്കേണ്ട അവസ്ഥയാണ്. അപ്പോ കുറെ ആൾക്കാർ കേസൊക്കെ കൊടുത്ത് നമ്മളത് ഇപ്പോൾ അങ്ങോട്ട് പൈസ കൊടുക്കേണ്ട അവസ്ഥയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. പക്ഷെ ഇന്ത്യൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സിന് സർജന്മാർക്ക് ഇവിടെ സ്റ്റൈഫൻഡ് കിട്ടുന്ന പോലെ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സിന് സ്റ്റൈഫൻഡ് കിട്ടുന്നില്ല. ഇന്ത്യൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സിന് പ്രതിമാസം 26,000 രൂപ സ്റ്റൈഫൻഡ് കിട്ടുമ്പോൾ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സിന് 0 സാലറിയിലാണ് എല്ലാവരും ജോലി ചെയ്യുന്നത്. അപ്പോ നിലവിൽ കേരളത്തിൽ മാത്രം സ്റ്റൈഫൻഡ് ഇല്ല, മറ്റുള്ള സംസ്ഥാനങ്ങളിൽ സ്റ്റൈഫൻഡ് കൊടുക്കുന്നു. ഓക്കെ, കേരളത്തില് FMG പാസ്സായിട്ടുള്ള ഹൗസ് സർജൻസ് ഫേസ് ചെയ്യുന്ന സെയിം കാര്യങ്ങൾ തന്നെയാണോ, സെയിം അവസ്ഥ തന്നെയാണോ മറ്റു സംസ്ഥാനങ്ങളിലെ FMG എക്സാം പാസ്സായി കഴിഞ്ഞിട്ടുള്ള ഹൗസ് സർജൻസ് ഫേസ് ചെയ്യുന്ന? അത് ഡിപ്പെൻസ്. പല സംസ്ഥാനങ്ങൾക്ക് പല പോളിസികളാണ്. ചില സംസ്ഥാനങ്ങളിൽ ഫാസ്റ്റായിട്ട് ഇത് പ്രോസസ്സിംഗ് നടക്കും. അപ്പോൾ ഇതിനൊക്കെ കാലതാമസം വരുന്നത് നമുക്ക് വിദേശത്ത് പഠിച്ചവരായതുകൊണ്ട് തന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റുകളുടെ ഒതന്റിസിറ്റി വെരിഫൈ ചെയ്യുന്നതിനുള്ള കാലതാമസമാണ് ഒരു പ്രധാന കാരണം. അതാത് രാജ്യങ്ങളിലെ എംബസിയും അതാത് രാജ്യങ്ങളിലെ
ലൈസൻസിങ് ബോഡിയൊക്കെ ആയിട്ട് സംസാരിച്ച് അവരുടെ കയ്യിൽ നിന്ന് ഗ്രീൻ സിഗ്നേച്ചർ കിട്ടിയാൽ മാത്രമേ അവർക്ക് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ മാത്രമേ അവർക്ക് രജിസ്ട്രേഷനിലേക്ക് നയിക്കുന്ന കാര്യങ്ങളിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അതാണ് കാലതാമസം. അത് മറ്റു സംസ്ഥാനങ്ങളിലെ പോലെ തന്നെ കേരളത്തിലും കാലതാമസമുണ്ട്. അത് ഫാസ്റ്റ് ട്രാക്ക് ആകാനുള്ള കാര്യങ്ങൾ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ സാർ, ആദ്യം ഒന്ന് സൂചിപ്പിച്ചായിരുന്നു, എന്നാലും കുറച്ചുകൂടി ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുകയാണ്. ഇപ്പോ കേരളത്തിൽ പഠിച്ചിറങ്ങിയ ഒരു MBBS വിദ്യാർത്ഥിക്ക് ലൈസൻസിങ് ആവശ്യം ഉണ്ടോ ഇല്ലയോ, എങ്ങനെയാണ്? ഡെഫിനറ്റ്ലി കേരളത്തിൽ പഠിച്ചതാകട്ടെ വിദേശത്ത് പഠിച്ചതാവട്ടെ ഏത് സ്ഥലത്ത് ആളെങ്കിലും നാട്ടിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ലൈസൻസ് ആവശ്യമാണ്. ഉള്ളി വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫൈനൽ ഇയർ കഴിയുമ്പോൾ ഇന്ത്യൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സിന് ഡയറക്ട്ലി രജിസ്ട്രേഷനുള്ള അർഹത അവർ നേടി കഴിഞ്ഞു. എന്നാൽ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സിന് എഗെയിൻ അവർക്ക് ഈ ഫസ്റ്റ് ഇയർ മുതൽ ഫൈനൽ വരെയുള്ള സബ്ജക്ട്സ് റീഅപ്പിയർ ചെയ്യും. അപ്പൊ അങ്ങനെ ആ എക്സാം, അതിനെ പറയുന്ന പേരാണ് FMGE എന്ന് പറഞ്ഞ എക്സാം. പക്ഷെ ഈ ഒരു എക്സാമിനെ മാറ്റാനുള്ള ഒരു തീരുമാനം നാഷണൽ മെഡിക്കൽ കമ്മീഷൻ എടുത്തിട്ടുള്ളത് വളരെ പ്രശംസനീയമാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു എക്സാം ഇപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സിനെ പോലെ തന്നെ ഇന്ത്യൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സും അവരുടെ MBBS കോഴ്സ് കഴിഞ്ഞാൽ ഈ നെക്സ്റ്റ് എന്ന് പറഞ്ഞ എക്സാം എഴുതി പാസ്സായാൽ മാത്രമേ അവർക്ക് അതാത് സംസ്ഥാനങ്ങളിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് ആവട്ടെ ഇന്ത്യൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് ആവട്ടെ, ദ പാത്വേ ടു ലൈസൻസിങ് ഈസ് നെക്സ്റ്റ്. ഓക്കെ, അടുത്തതായിട്ടുള്ളത് ഒരു FMG പാസ് ആയിട്ടുള്ള ഒരു ഡോക്ടറിന് നാട്ടില് ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും ഉള്ള ജോലി സാധ്യതകൾ എങ്ങനെയാണ്? അതായത് അവിടെ വേർതിരിവുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും ജോലി കിട്ടുന്നതിന് വിവേചനം നിലവിലുള്ളതായിട്ട് എന്റെ അറിവിലില്ല. ഇന്ത്യൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സിന് എലിജിബിൾ ആവുന്നത് പോലെ തന്നെ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സും അവരുടെ പെർമനന്റ് രജിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിൽ വേറെ വിവേചനങ്ങളൊന്നുമില്ല. സെയിം ആസ് ഇന്ത്യൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ്. ഓക്കെ, എങ്ങനെയാണ് അപ്പോൾ വിദേശത്ത് ഉള്ള ജോലി സാധ്യതകൾ, FMGസിന്റെ വിദേശത്തുള്ള ജോലി സാധ്യതകൾ എങ്ങനെയൊക്കെയാണ്? വിദേശങ്ങളിൽ നമുക്ക് FMG IMG അങ്ങനെ ഒരു വ്യത്യാസമേ ഇല്ല. നമുക്ക് അതാ ഞാൻ പറഞ്ഞത്, അതായത് നമ്മുടെ നാട്ടിൽ മാത്രമാണ് ഒരു ലൈസൻസിങ് എക്സാം ഇല്ലാത്തതുള്ളൂ. ഏത് വിദേശ രാജ്യങ്ങളിൽ പോയാലും അതാത് രാജ്യങ്ങളുടെ ലൈസൻസിങ് എക്സാം ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ എല്ലാം കമ്പയർ ചെയ്യുന്നത് അമേരിക്കയായിട്ടാണ്. അപ്പോൾ അമേരിക്ക തന്നെ ആദ്യം എടുക്കാം. അമേരിക്കയ്ക്ക് USMLE എക്സാം ഉണ്ട്. USMLE എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റ് മെഡിക്കൽ ലൈസൻസിങ് എക്സാം. അതുപോലെ ലണ്ടൻ UK ആണെങ്കിൽ പ്ലാബ് ഉണ്ട്. ഓസ്ട്രേലിയൻ മെഡിക്കൽ കൗൺസിൽ എക്സാം ഉണ്ട്. അതുപോലെ ഗൾഫ് കൺട്രീസ് ആയ ദുബായ്ക്ക് DHA അല്ലെങ്കിൽ MOH അങ്ങനെയുള്ള എക്സാംസ് ഗൾഫ് കൺട്രീസ്. ഈവൻ പാകിസ്ഥാൻ വരെ നമ്മൾ MBBS കഴിഞ്ഞാൽ അവിടുത്തെ ലൈസൻസിങ് എക്സാം പാസ്സായാൽ മാത്രമേ നമുക്ക് അവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ FMGസിന് മാത്രമാണ് ഇപ്പോൾ നിലവിൽ ലൈസൻസ് എക്സാം ഉള്ളൂ. ഇന്ത്യൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സിന് അങ്ങനെ ഒരു എക്സാം നിലവിലില്ല. എത്ര മണിക്കൂറാണ് ഒരു ഹൗസ് സർജൻ വർക്ക് ചെയ്യേണ്ടി വരുന്നത്? ഓരോ ഹൗസ് സർജനും അതായത് GHകളിൽ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 8 മണി വരെയാണ് പൊതുവെ അവരുടെ വർക്കിംഗ് ടൈം. ഇത് കൂടാതെ അവർക്ക് അഡീഷണലി എമർജൻസി മെഡിസിനിലും ജനറൽ OPകളിലും അല്ലെങ്കിൽ റാബീസ് ക്ലിനിക്കുകളിലും എല്ലാം പോസ്റ്റിംഗ് ഉണ്ടാവും. പെരിഫറൽ പോസ്റ്റിങ്ങും വേറെ ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ കണക്കിലെടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ 24 മണിക്കൂറായിരിക്കാം, ചിലപ്പോൾ 36 മണിക്കൂർ വരെ കണ്ടിന്യൂസ്ലി ജോലി ചെയ്യുന്ന സർജന്മാരുണ്ട്. എന്നാൽ അത് എപ്പോഴും ഇല്ല. ആഴ്ചയിൽ ഒരിക്കലോ റൊട്ടേഷൻ അനുസരിച്ച് ടേൺ അനുസരിച്ച് അവർക്ക് വന്നുകൊണ്ടിരിക്കും. പിന്നെ ഒരു ഡിസപ്പോയിന്റിങ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കാഷ്വാലിറ്റിയിൽ ഡോക്ടർമാരെ കൂടാതെ നഴ്സുമാരുണ്ട്, അറ്റൻഡേഴ്സ് ഉണ്ട്, ക്ലീനിങ് സ്റ്റാഫ്സ് ഉണ്ട്. അപ്പോൾ ഒരു നൈറ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ മിക്ക ആശുപത്രികളിലും വൈകിട്ട് 6 മണി മുതൽ അല്ലെങ്കിൽ 7 മണി മുതൽ നെക്സ്റ്റ് ഡേ 7 മണി 8 മണി 12 മണിക്കൂറാണ് വരുന്നത്. അപ്പൊ ഈ 12 മണിക്കൂറിൽ പല പീക്ക് ടൈംസ് ഉണ്ട്. അതായത് രോഗികൾ ഒത്തിരി വരുന്ന സമയം, കുറവുള്ള സമയം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു സമയമാകുമ്പോൾ രാത്രി ഒരു 2 മണി 3 മണിയൊക്കെ ആകുമ്പോൾ ഒരുമാതിരി പെട്ട പേഷ്യൻസിനെ ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞിട്ട് കാഷ്വാലിറ്റി കംപ്ലീറ്റ് ഫ്രീ ആകുന്ന അവസ്ഥയിൽ എല്ലാ ജീവനക്കാരും അവരവരുടെ ടേൺ വെച്ച് നാപ്പ് എടുക്കാനോ റെസ്റ്റ് എടുക്കാനോ അവരവരുടെ പ്രാഥമിക കൃത്യങ്ങൾ ചെയ്യാനോ പോകാനോ ഉള്ള അവസരം കിട്ടാറുണ്ട്. എന്നാൽ നിർഭാഗ്യവശാൽ ചില
ജനറൽ ഹോസ്പിറ്റലുകളിലാവട്ടെ, ചില മെഡിക്കൽ കോളേജുകളിലാകട്ടെ, ഹൗസ് സർജന്മാർക്ക് ഇത് നാപ്പ് എടുക്കാനോ അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കാനോ അനുവാദമില്ല. അത് സ്ത്രീകളുണ്ടാവാം, പീരീഡ്സിൽ ജോലി ചെയ്യുന്നവരുണ്ടാകാം, മൂത്രമൊഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാകാം. അപ്പൊ പല ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ട്, പ്രഗ്നന്റ് ആയിട്ടുള്ള സർജന്മാരുണ്ട്, ശാരീരിക ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്കെല്ലാവർക്കും അവിടെ തന്നെ ഫോഴ്സ്ഫുള്ളി നിൽക്കേണ്ട അവസ്ഥ പല ജനറൽ ഹോസ്പിറ്റലുകളിലും ഉണ്ട്. എന്നിട്ട് പോലും അവർക്ക് സ്റ്റൈപ്പൻഡ് ഈ സ്റ്റൈഫൻഡ് കിട്ടുന്നില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഗവൺമെന്റിന് FMGസിന്റെ ആ ഒരു ടീം ഡോക്ടേഴ്സ് ഗവൺമെന്റിനെ അറിയിച്ചിരുന്നു. അവരുടെ പ്രതികരണം എന്തായിരുന്നു? ഗവൺമെന്റിനെ പല ആവർത്തി ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് ഈ വിഷയം അറിയിച്ചതാണ്. അവരത് അവെയറാണ്. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഫണ്ടില്ല എന്നുള്ള കാരണം പറഞ്ഞ് ഗവൺമെന്റ് ഈ സർജന്മാരെ തട്ടിക്കളിക്കുന്ന അവസ്ഥയാണ് ഇപ്പൊ നിലവിലുള്ളത്. നമ്മൾ പിണറായി വിജയൻ സാറിനെയും നമ്മുടെ ഹെൽത്ത് മിനിസ്റ്ററായ വീണ ജോർജിനെയും എല്ലാവരെയും പേഴ്സണലി പോയി കണ്ടപ്പോഴൊക്കെ അവരത് ഇഗ്നോർ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് സ്ട്രൈക്ക് നടത്തി. ഇപ്പോൾ നമ്മള് കാഷ്വാലിറ്റിയും ലേബർ റൂമും മറ്റു അത്യാഹിത ഭാഗങ്ങളെല്ലാം അവോയ്ഡ് ചെയ്തുകൊണ്ട് സ്ട്രൈക്ക് നടത്തി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഗവൺമെന്റിന് നമ്മൾ ഇൻഫർമേഷൻ പാസ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഇത്ര മണിക്കൂറൊക്കെ നമ്മൾ ജോലി ചെയ്തിട്ടും അവർക്ക് അർഹതപ്പെട്ട സ്റ്റൈപ്പൻഡ് കിട്ടുന്നില്ല. അപ്പോൾ നമ്മളിതിനെ കുറിച്ച് ചോദ്യം ചെയ്യുമ്പോൾ എല്ലാം അവര് ഗവൺമെന്റിനും മറ്റു അധികാരികളുടെയും ഒരു നിലപാട് എന്താണെന്ന് വെച്ചാൽ ഇത് ഞങ്ങളുടെ ഔദാര്യമാണ്, നിങ്ങളുടെ അവകാശമല്ല എന്നുള്ള ഒരു ഐഡിയ ആണ് ഇവർ ഇൻഫിൽട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. NMC വളരെ കൃത്യമായിട്ട് പല സർക്കുലറുകളായിട്ട് നിഷ്കർഷിച്ചിട്ടുണ്ട്. ഇന്ത്യൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സിന് എന്ന പോലെ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സിനും സ്റ്റൈപ്പൻഡിന് അർഹരാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു എക്സാം നടത്തുന്നത്? അതായത് ഇവർ പറയുന്നത് ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സിന് സ്റ്റാൻഡേർഡ്സ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ആയിട്ട് വ്യത്യാസമുണ്ട്. അപ്പൊ അത് ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എക്സാം നടത്തുന്നത്. അപ്പൊ എക്സാം നടത്തി വൺസ് അത് ക്ലിയർ ആയി അതിന് യോഗ്യത നേടിയിട്ടുള്ള ആൾക്കാർക്ക് ഇവിടുത്തെ ഇന്ത്യൻ ഗ്രാജുവേറ്റ്സ് എങ്ങനെയാണോ അതേ തരത്തിലുള്ള പരിഗണന അവർക്ക് അവകാശപ്പെട്ടതാണെന്ന് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പല സർക്കിളുകളിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ ഗവൺമെന്റ് അത് വളച്ചൊടിച്ച് NMCയുടെ ഗൈഡ് ലൈൻസും മാർഗനിർദ്ദേശങ്ങളെല്ലാം വളച്ചൊടിച്ച് അവർക്ക് ഫണ്ടില്ല, ഗവൺമെന്റ് തീരുമാനിക്കാം എന്നുള്ള കാര്യം ഊന്നൽ കൊടുത്തുകൊണ്ട് അവര് അവഗണിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോ ഇതൊക്കെ ഒരു മാറ്റം വരാൻ വേണ്ടിയിട്ട് നമ്മുടെ അവകാശമാണെന്നും നമുക്ക് ഇത് നിങ്ങൾ തരുന്ന ഔദാര്യമല്ല എന്നും ഗവൺമെന്റിനെ ഓർമ്മപ്പെടുത്താനും അതായത് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലെ ഡോക്ടർമാർക്കും അവരുടെ അതർ ഗവേണിംഗ് ബോഡീസിനും റിമൈൻഡ് ചെയ്യിക്കാനും കൂടിയായിട്ടാണ് ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് ഈ സ്ട്രൈക്ക് നടത്തിയത്. ഇനിയും സ്ട്രൈക്കുകൾ നടത്താനും ഇതിന്റെ ലീഗൽ ആസ്പെക്ട്സിൽ നമുക്ക് ഇതൊരു സൊല്യൂഷൻ കിട്ടിയില്ലെങ്കിൽ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് ഇനിയും സമരവും അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ലീഗൽ കാര്യങ്ങളിലേക്ക് കടക്കാൻ തന്നെയാണ് ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സിന്റെ തീരുമാനം. ഓക്കെ, നമ്മളോട് ഇന്ന് ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും അവരുടെ ചലഞ്ചസും വളരെ കൃത്യമായിട്ട് വളരെ എലാബറേറ്റ് ചെയ്ത് പറഞ്ഞു തന്ന ഡോക്ടർ പോളിന് നന്ദി. ഈ ഒരു വീഡിയോ, ഈ ഒരു ടോക്ക് അത് അതിന്റെ ആ പ്രശ്നങ്ങൾ FMGs ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളുടെ ആഴവും വ്യാപ്തിയും മനസ്സിലാക്കിക്കൊണ്ട് അത് ഉന്നതങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മളോട് നിർത്തുന്നു. നന്ദി. താങ്ക് യു.